ഒരു വില്ല പ്രോജക്റ്റിനകത്ത് വീട് വേണം, വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നമുക്ക് ശരിക്കും ഈ ഒരു വീടിപ്പോൾ പോയിട്ട് ഇതിൻ്റെ പിൻവശത്തേക്ക് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ടോട്ടലായിട്ട് 10.3 സെൻസിൽ ഈ ഒരു നില വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. വീട് ഇത്തിരി പഴക്കമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അത് പോയിട്ട് ഇതിനൊരു സെല്ലാർ പോർഷൻ ഉണ്ട്. ആ സെല്ലാർ പോർഷൻ വേണമെങ്കിൽ നമ്മൾ കെട്ടിയടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ് വരും. അതുപോകെ നമുക്ക് വീടിൻ്റെ പിൻവശത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ആ സ്പേസിൽ ഒരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ഒരു വഴിക്കും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പേയാടാണ്. പേയാട് ജംഗ്ഷനിൽ നിന്ന് വിളപ്പിശാല റൂട്ടിലേക്ക് ജസ്റ്റ് വരുമ്പം തന്നെ കാട്ടുവിള എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് കയറുമ്പം തന്നെ SFSൻ്റെ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ പേര് SFS ജെയ്ഡ് ഗാർഡൻ എന്നാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ വീടുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ നല്ല നല്ല വീടുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. പക്ഷേ എല്ലാ വീടുകളിലും മിക്കവാറും താമസമുണ്ട്, അതാണ് മേജർ ഹൈലൈറ്റ്. നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്കായാലും പേയാട് ജംഗ്ഷനൊക്കെ തൊട്ടടുത്ത് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പുറത്തൂടെയാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. മേളിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റീസെൻ്റ് ആയിട്ട് ചെയ്ത വർക്കാണ്. ഈ ഭാഗത്ത് നമുക്കിനി ഒരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്ന മുറ്റമുണ്ട്. ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് മുന്നിലേക്ക് കയറുന്നത്, നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ വീട് പഴയ വീടാണെന്ന് പറയത്തില്ല കേട്ടോ. ആ രീതിയിലാണ് റെനോവേഷൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വാതിലൊക്കെ നോക്കി, ഇതെല്ലാം ഇപ്പോൾ പുത്തനായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. തേക്കുംതടിയിലാണ് നമുക്ക് ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ളത്. കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴക്കമെന്ന് പറയുന്ന സാധനം ഫീൽ ചെയ്യത്തില്ല. എല്ലാം പുത്തൻ കണ്ടീഷനിൽ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡൈനിങ്ങിലെല്ലാം ഫുഡ് സെർവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം തന്നെ അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഈ റൂമിന് വന്നിട്ട് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂമിലേക്ക് എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2 റൂമുകളിലും നമുക്ക് ഇതുപോലെ നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തത്. അപ്പോൾ ഈ റൂമിൽ നിന്നും നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂമിലേക്ക് എൻട്രൻസ് വരുന്നുണ്ടാവും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഹീറ്റർ തുടങ്ങിയ സംവിധാനം എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡെല്ലാം നല്ല പുത്തൻ കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെയിന്റ് ഒക്കെ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പുത്തനാണ് കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ അവിടെ നിന്ന് പിൻവശത്തേക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെയർസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലാർ പോർഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സെല്ലാർ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്കിതൊന്നും കവർ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ് വീടായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതുപോലെ പില്ലർ വാർത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പോകെ നമുക്ക് പിൻവശത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് ഈ ഭാഗത്തേക്ക് ഏകദേശം 4.8 സെൻസ് നമുക്ക് ഇവിടെയും ഉണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ ഈ സൈഡിലിരിക്കുന്ന വീടുകൾക്കെല്ലാം തന്നെ ഇതുപോലെ പിൻവശത്തേക്ക് അവർക്ക് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിൽ ഈ സ്പേസ് പോകെ താഴത്തെ ആ ഒരു ഇത് കണ്ടോ, അതൊരു വഴിയാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എൻട്രൻസ് വരുന്ന രീതിയിൽ ഇത് ഓരോ പ്ലോട്ടുകളാക്കി തിരിക്കാനാണ് അവരുടെ ഒരു ഉദ്ദേശം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഇനി ഒരു കെട്ടിടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ താഴത്തെ വഴി പ്രയോജനപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വീടിന് ചേർന്നായതുകൊണ്ട് തന്നെ ആ രീതിയിലും പ്രയോജനപ്പെടുത്താം. അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു വലിയ ആഞ്ഞിൽ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും അതും ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുവട്ടം എന്തെങ്കിലും മരങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമുക്കിത് ഈ ഒരു നിലയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൻവശത്ത് നിന്ന് നമുക്ക് സ്റ്റെയർ താഴേക്ക് പ്രൊവൈഡ് ചെയ്യാം. അവിടെ ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റെയർ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു നിലയാക്കാൻ സാധിക്കും. അപ്പോൾ ഇൻ കേസ് വേറൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സാധ്യതയുള്ള ലൊക്കേഷനാണ്. വീട് വന്നിട്ട് നല്ല നീറ്റ് കണ്ടീഷനിലാണ് റെനോവേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.